റിക്വസ്റ്റ് ഇതുപോലെ ബ്യൂട്ടി വ്ളോഗ്സ് അല്ലെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആദ്യമൊന്നും പുള്ളിക്കാരി ബ്യൂട്ടി പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്ന ആളൊന്നും അല്ലായിരുന്നു. ഒരു ഹോം മേക്കറായിട്ടാണ് വീഡിയോസിൽ വന്നത്. പിന്നെ പിന്നെ ക്യാഷ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ പല സാധനങ്ങളുമായിട്ട് ഇറങ്ങി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവരുടെ അവരുടെ കാര്യമാണ്, അതിൽ നമുക്കൊന്നും ഇടപെടാനില്ല. എനിവേ, ഇത്ര മില്യൺസ് ഫോളോവേഴ്സ് വന്നെങ്കിൽ അവരോട് വിശ്വസിച്ച് കൂട്ടുകൂടിയവരാണ്. അപ്പോൾ കുറച്ചെങ്കിലും എത്തിക്സ് ഈ കൊച്ചു കുട്ടികൾ പോലും നമുക്ക് കാണാം. അതിൽ നമ്മൾ കമൻസുകൾ എടുക്കുമ്പം വലിയ എഡ്യൂക്കേഷൻ, അതായത് കുഞ്ഞു കുട്ടികളൊക്കെ പോലെ തന്നെയാണ് ലിങ്ക്, ചേച്ചി എന്തിട്ടാലും സൂപ്പറാണ്, ചേച്ചി നന്നായി ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്ന മുഴുവൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്. 9ലും 10ലോ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ കുറച്ചെങ്കിലും എത്തിക്സ് കാണിക്കുക. ഒന്നുകിൽ നിങ്ങളിത് ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കിട്ടുമ്പം നിങ്ങൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മാസത്തോളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക. എന്തെങ്കിലും ഡാമേജ്ഡ് ആ പ്രോഡക്റ്റ്, ഇനി ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ സ്കിൻ ഡാമേജ്ഡ് ആണെന്ന് അവർ ഇതിപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പലരും കാണാം. അപ്പം കുറച്ചെങ്കിലും എത്തിക്സ് കാണിക്കുക. ഒരുപാട് എത്തിക്സ് കാണിച്ചിട്ട് വലിയ നന്മമരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ കുറച്ചെങ്കിലും എത്തിക്സ് കാണിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നാൽ ഓടിച്ചെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരും ഉണ്ട്. കുട്ടികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഹോം മേക്കേഴ്സ് ആയിട്ടുള്ളവർ കാണും, ജോലിയുള്ളവർ കാണും, എന്നിവ. അപ്പം കുറച്ച് എത്തിക്സ് കാണിക്കുക. ഇങ്ങനെ വാരി ഓരോ പ്രോഡക്ട്സ് കാണിക്കാതെ. ഞാനിപ്പോൾ പറഞ്ഞു പ്ലമ്മിൻ്റെ കേസ്, അത് എൻ്റെ സ്കിന്നിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അത് എല്ലാവരുടെ സ്കിന്നും സ്യൂട്ടബിൾ ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ അറിയുള്ളൂ. ഞാനിപ്പോൾ പല ഫേസ് വാഷും യൂസ് ചെയ്യുമ്പം എനിക്കിതുപോലെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലം യൂസ് ചെയ്തിട്ട് വരുന്ന പലരും കാണും. എൻ്റെ സ്കിന്നിന് അത് കുഴപ്പമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് വരാത്തത്. അതുപോലെയാണ് ഓരോ പ്രോഡക്ട്സും. അപ്പം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കൈക്കൊതുങ്ങുന്ന സാധനങ്ങൾ മേടിച്ച് നമ്മൾ 1-2 ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്കിന്നിന് എന്തെങ്കിലും കളർ ചേഞ്ചസ് വരുന്നുണ്ടോയെന്ന് അറിയുക, അതിനനുസരിച്ച് നോക്കുക. അതല്ലാതെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റും കണ്ടിട്ട് വാരി വലിച്ച് തേച്ചാൽ ഇതായിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്.